അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3x3 ക്യൂബ് ഒന്ന് സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ബിഗിനർ മെത്തേഡ് ലെവലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു സ്പീഡ് ക്യൂബറോ സ്പീഡ് സോൾവറോ ഒന്നുമല്ല, ഒരു ബിഗിനർ എന്ന നിലയിലുള്ള സോൾവിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ഐഡിയകളൊക്കെ കിട്ടിയ ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് തുടക്കക്കാർക്ക് ഒരു കാര്യം പറയും, ഇതിന് 6 കളേഴ്സ് ഉണ്ട്. ഈ 6 സെൻറ്റേഴ്സ്, അതായത് 6 കളേഴ്സ് ഉണ്ട്. ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. വൈറ്റിന് യെല്ലോ, ഓറഞ്ച്, റെഡ്, ഗ്രീന്, ബ്ലൂ, ഇതൊരിക്കലും മാറില്ല. ഈ സെൻറ്ററിലെ പീസിലുള്ള ഭാഗത്തുള്ള കളർ ഏതാണോ അതാണ് ഇവിടെ മൊത്തം നമുക്ക് ആക്കേണ്ടത്, അങ്ങനെ എല്ലാ സൈഡും. അപ്പോൾ അതൊരു കാര്യം വിചാരിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ബിഗിനർ മെത്തേഡിലൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കളർ ടോപ്പാക്കി പിടിക്കുക. നോർമലി എല്ലാ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും യെല്ലോ മുകളിലാക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ യെല്ലോ മുകളിലാക്കി പിടിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ടോപ്പാണ്, ഇത് ഫ്രണ്ടാണ്, ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് ബോട്ടം അല്ലെങ്കിൽ അണ്ടർ, ഇത് ബാക്ക് സൈഡ്. അപ്പോൾ നമുക്ക് ബിഗിനർ മെത്തേഡിൽ നമുക്ക് ടോപ്പും റൈറ്റും ലെഫ്റ്റും ആണ് കൂടുതൽ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ആക്കണം, അതായത് യെല്ലോന് ചുറ്റുമാണ് പ്ലസ് ആക്കേണ്ടത്. ഇവിടെ ഓൾറെഡി 2 ആയി കിടക്കുന്നുണ്ട്, അത് ഞാനൊന്ന് സ്റ്റഫിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ്, അതായത് യെല്ലോന് ചുറ്റും ഒരു 3 സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഇതേപോലെ എവിടെയാണോ കിടക്കുന്നത് അത് കൊണ്ടുവന്ന് സോൾവ് ചെയ്യണം. ഇവിടെയാണ് കിടക്കുന്നത്, അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഇതേപോലെ ഒരു യെല്ലോന് ചുറ്റും ഒരു പ്ലസ് പോലെ വൈറ്റ് കൊണ്ടുവരികയാണ് നമ്മുടെ ആദ്യത്തെ ഇത്. അതിനുശേഷം നമ്മൾ ഓരോന്ന് കൊണ്ടുവന്ന ഓരോ യെല്ലോൻ്റെയും സൈഡ് കളർ നോക്കുക. ഇത് ഗ്രീനാണ്, ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട്, അതായത് ഗ്രീൻ സെൻറ്ററുമായിട്ട് ഇത് മാച്ച് ചെയ്യിക്കുക. നമ്മൾ ഗ്രീൻ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്തു, എന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരാം, നമ്മുടെ വൈറ്റിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ബാക്കി 3 നമ്മൾ ചെയ്യുന്നു. റെഡാണ്, ഈ വൈറ്റിനോട് ചേർക്കുന്നത് റെഡാണ്, റെഡിനോട് മാച്ച് ചെയ്യിച്ചു, നേരെ താഴോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ബ്ലൂ ആണ്, ബ്ലൂവിനെ മാച്ച് ചെയ്യിക്കുന്നു, നേരെ തൊട്ട് താഴോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ ഓറഞ്ചാണ്, ഓറഞ്ചിന് മാച്ച് ചെയ്യിക്കുന്നു, നേരെ തൊട്ട് താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് കിട്ടി, വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ 4 സൈഡ്സ് കൂടി നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ കോർണർ പീസുകൾ എന്ന് പറയുന്നത് 3 കളേഴ്സാണ്, വൈറ്റ് കൂടി ചേർന്ന് കിടക്കുന്ന കളേഴ്സാണ്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കുക. അപ്പം അതിനെ മൊത്തം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു എളുപ്പ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ ലെഫ്റ്റിലോ റൈറ്റിലോ യെല്ലോ വൈറ്റ് വന്നാൽ അത് തൊട്ട് താഴോട്ട് നമുക്ക് എത്തിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു സിമ്പിൾ ഇക്വേഷനാണ്. അപ്പം അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ വൈറ്റിൻ്റെ സൈഡിലുള്ള കളർ ഏതാണോ നോക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗ്രീനാണ്, അപ്പോൾ ഗ്രീനിൻ്റെ ഭാഗത്ത് കൊണ്ടുവെക്കുക, ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുക. അപ്പോൾ ഈ പീസ് എവിടെ വരേണ്ടതായിരിക്കും, ഇവിടെ വരേണ്ടതായിരിക്കും. കാരണം ഗ്രീൻ, റെഡ്, വൈറ്റ്, ഇതുണ്ടോ, ഗ്രീൻ, റെഡ്, വൈറ്റ്. അപ്പോൾ ഈ പീസ് റൈറ്റ് സൈഡിലുള്ള പീസ് താഴോട്ട് വരുത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗം ഒന്ന് നമ്മൾ സൈഡിലേക്ക് മാറ്റി നിർത്തുക, വരുത്തേണ്ട ഭാഗം ഒന്ന് മുകളിലേക്ക് വരുത്തുന്നു, ഇത് രണ്ടും മാച്ച് ചെയ്യിക്കുന്നു, തൊട്ട് താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് വൈറ്റ് ഇവിടെ വരും. സെയിം മെത്തേഡ് തന്നെ നമുക്ക് വൈറ്റ് ലെഫ്റ്റ് സൈഡാണ് കിട്ടിയതെങ്കിൽ സൈഡ് കളർ ഏതാണെന്ന് നോക്കുക, ഓറഞ്ച് വൈറ്റ് മാച്ച് ചെയ്യിക്കുക, എന്നിട്ട് അതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കുന്നു, വരേണ്ട ഭാഗം ഒന്ന് മേലോട്ട് വെച്ചിട്ട് ഇവ തമ്മിലൊന്ന് മാച്ച് ചെയ്യിക്കുന്നു, എന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഇവിടെ മാച്ചായി. ഇനി ഇവിടെ ടോപ്പിൽ റൈറ്റ് സൈഡിൽ നമ്മൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഓറഞ്ചാണ്, നമ്മൾ ഓറഞ്ച് ആയിട്ട് മാച്ച് ചെയ്യിക്കുന്നു, ഓറഞ്ച് ആയിട്ട് മാച്ച് ചെയ്യിച്ചു, എന്നിട്ട് ഇത് താഴോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതിനൊന്ന് നമ്മൾ മാറ്റി വെക്കുന്നു, എന്നിട്ട് വരേണ്ട ഭാഗം ടോപ്പിലാക്കിയിട്ട് വീണ്ടും മാച്ച് ചെയ്യിക്കുന്നു, റിട്ടേൺ ചെയ്യുന്നു. ഇനി ഒരു പീസും കൂടി, ഈ പീസ് താഴെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ കൊണ്ടുവരാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇളക്കാതെ ഇത് മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് വെച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് പോകാതിരിക്കാൻ വേണ്ടി റിട്ടേൺ തിരിക്കുന്നു. ഇപ്പം നമുക്ക് ടോപ്പ് ലെഫ്റ്റിൽ കിട്ടി. ഇതിൻ്റെ സൈഡ് കളർ ബ്ലൂ ആണ്, ബ്ലൂവും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു, എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വരേണ്ട ഭാഗം ഒന്ന് മേലോട്ട് വെക്കുന്നു, ഇവ തമ്മിൽ മാച്ച് ചെയ്യിക്കുന്നു, താഴോട്ടാക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായി, താഴെ ഫുള്ള് വൈറ്റ് കളർ കിട്ടി. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി, കൂടെ സെൻറ്റേഴ്സും മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടി, ഇനി നമുക്കിത് ഈ 4 കോർണേഴ്സ് നമുക്ക് ഇത് മാച്ച് ചെയ്യിക്കണം. അപ്പോൾ ഈ പീസാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഈ പീസ് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുക ചെയ്യുന്നത്. അതേപോലെ ഇവിടെ വരേണ്ട പീസ് ബ്ലൂവും റെഡും ആണ്. ഈ ബ്ലൂവും റെഡും ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ പീസുകൾ ഇവിടെ
ഇവിടെ എന്താ ഓറഞ്ചും ഇവിടെ ബ്ലൂ ആണ് കിടക്കുന്നത്. ഈ പീസ് ഇവിടെയാണ് കിടക്കുന്നത്, ഇവിടെ വരേണ്ട പീസ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനൊരു എളുപ്പ പരിപാടി, നമ്മളിത് ഓരോന്നും നോക്കി നടക്കാനാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനുള്ള ഒരു എളുപ്പ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവലിൽ, അതായത് സൈഡ് കളേഴ്സിന്റെ കോമ്പിനേഷൻ എവിടെയും കിടക്കുന്നുണ്ടോ നോക്കാം. അത് നോക്കാൻ എളുപ്പം യെല്ലോ ടോപ്പിലാണ് വരുന്നുണ്ട്. അപ്പോൾ യെല്ലോ മാച്ചായി കിടക്കുന്ന കോയിൻസ് അല്ലാതിരിക്കുന്ന കോയിൻ ഇവിടെ യെല്ലോ മാച്ച്. അപ്പോൾ ഇത് മുകളിൽ വരുന്ന പീസാണ്, ഇത് യെല്ലോ വരുന്ന പീസാണ്, ഇത് മുകളിൽ വരുന്നതാണ്. ഇവിടെ യെല്ലോ വരുന്ന പീസാണ്, ഇത് മുകളിൽ വരുന്ന. അപ്പോൾ യെല്ലോ അല്ലാത്ത ഏതെങ്കിലും പീസ് നോക്കുക. അപ്പോൾ അത് അവിടെ ഒരു പീസ് ഉണ്ട്. അപ്പോൾ ഈ പീസ് എവിടെയാണ് വരേണ്ടത്? ഈ പീസ് നമുക്ക് ഓറഞ്ചും ഗ്രീനും, അതായത് ഓറഞ്ച് ഗ്രീൻ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിലുള്ള കളർ ഏതാണോ അതും സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഇത് മുകളിൽ കൊണ്ടുവച്ചു. ഇനി ഇത് ഇവിടെയോ ഇവിടേക്കോ ആണ് വരേണ്ടത്. ഇത് എവിടേക്കാണ് വരേണ്ടത് നോക്കുക. ഇതിൻ്റെ ടോപ്പ് കളർ എവിടെയാ? ഓറഞ്ചിൻ്റെ ഭാഗത്ത്. അപ്പം ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇത് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് എഡ്യൂക്കേഷൻ, ഇത് ഈ കോയിൻ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് വരേണ്ടത് അല്ലേ? അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പീസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് എവിടെയാണോ വരേണ്ട ഭാഗം ഒന്ന് മുകളിലേക്ക് തിരിക്കുക. വീണ്ടും മുകളിൽ തിരിച്ച് ഒന്ന് വീണ്ടും നമ്മൾ തിരിക്കുന്നു, എന്നിട്ട് താഴോട്ട് തിരിക്കുന്നു. പിന്നെ മുകളിൽ തിരിച്ച് നമ്മൾ റിട്ടേൺ തിരിക്കുന്നു, ഫ്രണ്ട് ഒന്ന് തിരിക്കുന്നു, ഇവിടെ മാച്ചാക്കിയിരിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, താഴോട്ട് താത്തുന്നു. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ ഓറഞ്ച് ഇവിടെ വന്നു. സെയിം നമുക്ക് യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും പീസ് നോക്കാം. ഇവിടെ യെല്ലോ ഉണ്ട് പീസ് ഉണ്ട്, ഇവിടെ യെല്ലോ പീസാണ്, ഇവിടെ യെല്ലോ പീസാണ്. ഇവിടെ യെല്ലോ പീസല്ല, ഇതിൻ്റെ കളറ് സെൻറ്ററുമായിട്ട് ഓൾറെഡി മാച്ചായി കിടക്കുകയാണ്. അഥവാ ഇങ്ങനെ മാച്ച് അല്ലെങ്കിൽ നിങ്ങളിത് നീക്കി വെച്ച് മാച്ച് ചെയ്യിക്കുക. എന്നിട്ട് മുകളിലുള്ള കളർ ഏതാണെന്ന് നോക്കുക, ഓറഞ്ചാണ്. ഇത് എവിടേക്കാണ് വരേണ്ടത്? ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇങ്ങനെയാണ് വരേണ്ടത്. ഈ പീസ് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിനെ ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മാറ്റി നിർത്തുക. എന്നിട്ട് വരേണ്ട ഭാഗം ഒന്ന് തിരിക്കുക. ആ ടോപ്പ് ഒന്നും കൂടി നമ്മൾ തിരിച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ആ ചെയ്ത കാര്യം ഒന്ന് റിട്ടേൺ ചെയ്യുക. ടോപ്പ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഫ്രണ്ട് ഒന്ന് തിരിക്കുന്നു, വീണ്ടും ടോപ്പ് തിരിക്കുന്നു, മാച്ച് ചെയ്യിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഈ പീസ് മുകളിൽ വന്ന പീസ് ഇവിടെ എത്തി. ഇനി നമ്മൾ ഏതാ പീസ് ഉള്ളതാ? ഇവിടെ ഒരു പീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പീസിൻ്റെ ഫ്രണ്ട് കളർ ഏതാ? ബ്ലൂ ആണ്. ബ്ലൂ ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു. റെഡാണ്, റെഡ് ഇവിടേക്കാണ് വരേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഈ കോയിൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ടോപ്പ് ഒന്ന് തിരിക്കുന്നു, വരേണ്ട ഭാഗത്തേക്ക് ഒന്ന് പൊന്തിക്കുന്നു, വീണ്ടും ടോപ്പ് തിരിക്കുന്നു, വരേണ്ട ഭാഗം തിരിക്കുന്നു, ഈ തിരിച്ചു വെച്ച ടോപ്പ് റിട്ടേൺ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് മാച്ച് ചെയ്യിക്കുക. ഇപ്പം 3 സൈഡ്. ഇപ്പം ഈ ഭാഗം ഇവിടെ ഇപ്പോൾ എല്ലാ ഭാഗത്തും വൈറ്റ് കോയിൻസ്, യെല്ലോ 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 യെല്ലോ. അപ്പോൾ നമ്മളെ പീസ് ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഈ പീസ് നേരെ ഇങ്ങനെ തിരിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പീസിനെ പുറത്തേക്ക് എടുക്കണം. അതിന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വെക്കുക, ആ പീസിനെ അങ്ങോട്ട് മാറ്റി വെക്കുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമുക്കൊരു വൈറ്റ് പീസ് താഴെ മിസ്സാവും. അത് നിങ്ങൾക്കറിയാം, വൈറ്റ് പീസ് താഴോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്കറിയാം. ടോപ്പിലാണ്, സോപ്പിൻ്റെ സൈഡ് കളർ റെഡാണ്, മാച്ചായി കിടക്കുകയാണ്. അപ്പോൾ വൈറ്റ് താഴെ വന്നു. ഇനി നമുക്ക് പീസ് ഇത് അവിടെ മുകളിൽ കിട്ടി. റെഡാണ്, റെഡുമായിട്ട് മാച്ച് ചെയ്യിക്കുന്നു. ടോപ്പിലേതാ കളറ്? ഗ്രീൻ ഇവിടേക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ പീസ് ഇങ്ങോട്ടാണ് വരണമെങ്കിൽ ഓപ്പോസിറ്റ് തിരിക്കുന്നു, വരേണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു, മാച്ച് ചെയ്യിക്കുന്നു, റിട്ടേൺ കൊണ്ടുവരും. ഇപ്പം നമുക്ക് മൊത്തം സെക്കൻഡ് ലെയർ മൊത്തം ഫില്ലായിരിക്കുന്നു അല്ലേ? ഇനി നമുക്ക് ഈ ടോപ്പ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഒരു ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്. ഈ ടോപ്പിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്ന. ആദ്യം നമുക്ക് ഇവിടെ ഒരു യെല്ലോ പ്ലസ് ആക്കണം. ഒരു പ്ലസ് നമ്മൾ കൊണ്ടുവരണം. ഫസ്റ്റ് സിമ്പിൾ, അതായത് നമ്മൾ ഇപ്പം പറയുന്ന ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇതേപോലെ ഒരു എല്ലാണ് വരിക. മനസ്സിലായോ? ഇത് നമ്മളെ ബിഗിനർ മെത്തഡാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാണ് വരിക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ചെയ്യുക. ഫ്രണ്ട് ഒന്ന് തിരിക്കുക, റൈറ്റ് ഒന്ന് തിരിക്കുക, ടോപ്പ് ഒന്ന് തിരിക്കുക, റൈറ്റ് ബാക്ക് തിരിച്ചു കൊണ്ടുവരിക, ടോപ്പ് തിരിച്ചു കൊണ്ടുവരിക, ഫ്രണ്ട് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഒരു എല്ല് കിട്ടിയത് നമുക്കൊരു മൈനസ് കിട്ടും. ഇനി അഥവാ എല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്താൽ നമുക്കൊരു എല്ല് കിട്ടും. ആ എല്ല് കിട്ടിയതിന് ശേഷം ഒരു മൈനസ് കിട്ടും. വീണ്ടും അതേ പൊസിഷൻ വെച്ചിട്ട് സെയിം ഇക്വേഷൻ, ഫ്രണ്ട് ഒന്ന് തിരിക്കുക, റൈറ്റ് ഒന്ന് തിരിക്കുക, ടോപ്പ് ഒന്ന് തിരിക്കുക,
പിന്നെ റൈറ്റ് റിട്ടേൺ തിരിക്കുക, ടോപ്പ് റിട്ടേൺ തിരിക്കുന്നു, ഫ്രണ്ട് റിട്ടേൺ തിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് യെല്ലോൻ്റെ ഒരു പോസിറ്റീവ് കിട്ടും. ഇതാണ് ഈ ടോപ്പ് ലെയർ മാച്ച് ആക്കേണ്ട ഫസ്റ്റ് നമ്മളെ പ്രൊസീജിയർ. ഇതാണ് ആദ്യം യെല്ലോ മൊത്തം ഒരു പ്ലസ് ആക്കുക. അതിനുശേഷം ഈ യെല്ലോന് ചേർന്ന് കിടക്കുന്ന കോയിൻസിന്റെ കളേഴ്സ് ഇത് അവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഈ സെന്റർ നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ച് നോക്കുക മാച്ച് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതിവിടെ മാച്ചായി, ഇത് മാച്ചല്ല, ഇത് രണ്ടും മാച്ചല്ല, ഇത് രണ്ടും മാച്ചല്ല. ഇനി ഒന്ന് പൊസിഷൻ മാറ്റി നോക്കുക, വേറെ ഏതെങ്കിലും കൂടുതൽ മാച്ചായി വരുന്നുണ്ടോ എന്ന് പൊസിഷനിൽ. ഇവിടെ ഓറഞ്ച് മാച്ചായി, വേറെ ഒന്നും മാച്ചല്ല. ബ്ലൂ വെച്ച് നോക്കിയാലോ? ഇല്ല. റെഡ് വെച്ച് നോക്കിയാലോ? റെഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റെഡ് മാച്ച് ആവുന്നുണ്ട്, ഗ്രീനും മാച്ച് ആവുന്നുണ്ട്, ബാക്കി രണ്ടും മാച്ച് ആവുന്നില്ല. അപ്പം ഈ പൊസിഷനിൽ നമുക്ക് വേണ്ട കാര്യം, നമുക്ക് ഇതിന്റെ എല്ലാ സെന്ററും മാച്ച് ആക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 മാച്ചായി കിടക്കുന്നുണ്ട്, ഇവിടെയും മാച്ച് ആയില്ല. അപ്പോൾ മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ മാച്ചായി കിടക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡും ബാക്ക് സൈഡും പിടിക്കുക. അഥവാ ഇനി ഇങ്ങനെ ഒരു സൈഡും മാച്ച് ആയിട്ടില്ലെങ്കിലും ഈ ഇക്വേഷൻ 2-3 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഇത് റൈറ്റ് സൈഡിലും ബാക്ക് സൈഡിലും പിടിക്കുക. ഇനി ഒരു സൈഡിലും ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ചെയ്തിട്ട് ഇപ്പം ചെയ്യുന്ന ഇക്വേഷൻ ചെയ്യുക. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു സൈഡായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു സൈഡ് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡ് കിട്ടും. വീണ്ടും പറയുന്ന ഇക്വേഷൻ ഒന്നും കൂടി ചെയ്താൽ 4 സൈഡ് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ റൈറ്റും ബാക്കും വെച്ചതിന് ശേഷം ഒന്ന് റൈറ്റ് തിരിക്കുന്നു, ടോപ്പ് തിരിക്കുന്നു, റൈറ്റ് റിട്ടേൺ കൊണ്ടുവരുന്നു, ടോപ്പ് തിരിക്കുന്നു, വീണ്ടും റൈറ്റ് തിരിക്കുന്നു, പിന്നെ ടോപ്പ് 2 ടൈംസ് തിരിക്കുന്നു, റൈറ്റ് റിട്ടേൺ കൊണ്ടുവരുന്നു, വീണ്ടും ടോപ്പ് ജസ്റ്റ് ഒന്ന് തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതാ വൈറ്റ് മാച്ചായി, റെഡ് മാച്ചായി, ഓറഞ്ച് മാച്ചായി, ഗ്രീൻ മാച്ചായി. അപ്പോൾ യെല്ലോ പ്ലസ് കിട്ടി, അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ആയി. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ള എന്താ ഈ 4 പീസുകളാണ്. അപ്പോൾ ഈ 4 പീസുകൾ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാനുള്ളതാണ് അടുത്ത മെത്തേഡ്. അപ്പോൾ ഇതിന് എളുപ്പത്തിൽ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒന്ന് മാച്ച് ആയി കിടക്കുന്നുണ്ട്. ഈ കോയിന് ഗ്രീനാണ്, ഈ ഗ്രീൻ കോയിൻ എവിടെയാണ് വരേണ്ടത്? ഇവിടെയാണ് വരേണ്ടത്. അപ്പം ഈ കളേഴ്സ് ഇവിടെയാണ് വരേണ്ടത്. ഇതും ഇവിടെയല്ല വരേണ്ടത്, ഇതും ഇവിടെയല്ല വരേണ്ടത്. അപ്പം നമുക്ക് ഈ പ്രൊസീജിയറിൽ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് കളർ എങ്ങനെയെങ്കിലും, അതായത് ഇപ്പോൾ ഇവിടെ യെല്ലോ ആണ്, ഇവിടെ ഗ്രീൻ ആണ്, ഇവിടെ ഓറഞ്ച് ആണ്, ജസ്റ്റ് പൊസിഷൻ മാറിയിട്ടാണെങ്കിലും നമുക്ക് ആ കോയിൻ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരിക എന്നാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അഥവാ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ കളർ ഓറിയന്റേഷൻ വ്യത്യാസം ഉണ്ടെങ്കിലും ആ കോയിൻ എവിടെയാണോ വരേണ്ടത് ആ കോർണറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആയി കിടക്കുന്ന ഒരു കോയിൻ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ടോപ്പ് ഒന്ന് തിരിക്കുന്നു, റൈറ്റ് ഒന്ന് തിരിക്കുന്നു, ടോപ്പ് റിട്ടേൺ തിരിക്കുന്നു, ലെഫ്റ്റ് ഒന്ന് മുകളിലേക്ക് തിരിക്കുന്നു, ടോപ്പ് റിട്ടേൺ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വൈറ്റ് മാച്ച് ആയിരിക്കുന്നു, റിട്ടേൺ കൊണ്ടുവന്നു, വീണ്ടും ടോപ്പ് തിരിക്കുന്നു, വൈറ്റ് മാച്ച് ആയിരിക്കുന്നു, റിട്ടേൺ കൊണ്ടുവന്നു. അപ്പോൾ ഈ കോയിൻ ഇവിടെ മാച്ചാണ്. ഈ കോയിൻ നോക്കുക, ഇത് ഇവിടെ റോങ് ആണ്. അതായത് ഈ ഗ്രീന് ഈ ഭാഗത്തോ ഇല്ല, ഇത് ഈ ബ്ലൂ ഈ ഭാഗത്തോ ഇല്ല, ഇതുമില്ല. അപ്പോൾ ഇത് വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ ചെയ്യാം. ടോപ്പ് സെയിം ഇക്വേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി ആയതാണ്. ഈ സൈഡ് വീണ്ടും ആയി അല്ലേ? ഇത് ഓൾറെഡി ആയിരുന്നു, ഇത് സെറ്റായി. ഇതിന്റെ കളർ എന്താ? ഗ്രീന്, റെഡ്. ഇത് ഈ പൊസിഷൻ മാറിയെന്നേ ഉള്ളൂ. പക്ഷെ ഈ കോർണർ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്. അതേപോലെ ഇത് ഓറഞ്ച് ഗ്രീനാണ്, ഇതിന്റെ പൊസിഷൻ മാറിയെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. അതായത് കളേഴ്സ് മാറിയതാണെങ്കിലും ആ കറക്റ്റ് പൊസിഷനിലാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്തെങ്കിലും ഒരു ഭാഗം മാച്ച് ആവാത്ത ഭാഗം റൈറ്റ് സൈഡ് കോർണറിൽ വെച്ചിട്ട് നമ്മൾ ഒരു ജസ്റ്റ് സിമ്പിൾ ഇക്വേഷൻ ആണ്. അതായത് ഇതിന്റെ പൊസിഷൻ ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇത് ഒന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുന്നു, ഡൗൺ ഭാഗം ലെഫ്റ്റ് ചെയ്യുന്നു, ആ ചെയ്തത് റിട്ടേൺ കൊണ്ടുവരുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ യെല്ലോ വരുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ യെല്ലോ വന്ന്, പക്ഷെ നമ്മൾ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ക്യൂബ് ഇങ്ങനെ പിരിക്കാതെ
ഈ പിടിച്ച പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ടോപ്പ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ കോർണർ റൈറ്റ് കോർണറിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത് അതേ ഇക്വേഷൻ ചെയ്യാം. സോൾവായി, ടോപ്പ് കൊണ്ടുവന്നു, മാച്ചായി. താഴെ കൊണ്ടുവന്ന് റൈറ്റ് സൈഡിൽ നീക്കി ടോപ്പും വെച്ച്. അപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവായി. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സ് മെത്തേഡാണ്, വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.